ഡോക്ടർ അനൂപ്, രോഗാവസ്ഥ അതിതീവ്രമാണ് എന്നത് നമ്മൾ നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിദേശത്ത് നിന്നും മരുന്ന് എത്തിക്കുക എന്ന നമ്മുടെ ഒരു ശ്രമമുണ്ടായിരുന്നു, അത് നടന്നില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും ഇത്തരം രോഗാവസ്ഥകൾ ഉണ്ടായാൽ, കാരണം കേരളത്തിൽ മുമ്പും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഈ രോഗാവസ്ഥകൾ ഉണ്ടായാൽ മറ്റൊരാളെ കൂടി നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നൊരവസ്ഥ അങ്ങേയറ്റം ഭീതിതമല്ലേ ഡോക്ടർ? അത് മരുന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഇത് ബാധിക്കുന്ന ഈ രോഗബാധ ഏൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഈ മരണനിരക്ക് ഏകദേശം 90% മുകളിലാണ്. അപ്പൊ ഈ രോഗം വളരെ തുടക്കത്തിലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ആ രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് നടത്തുകയും പ്രത്യേകിച്ച് ഈ രോഗിയുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾ വന്നതിന്റെ കൂടെ ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുങ്ങിയതായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു രോഗസാധ്യത എപ്പോഴും കൺസിഡർ ചെയ്യാറ്. അതിന്റെ കൂടെ തന്നെ നാട്ടിലെ നീര് പരിശോധിച്ച് നമുക്ക് ചികിത്സ തുടക്കത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒട്ടുമിക്ക മരുന്നുകളും ഇന്ത്യയിൽ ലഭ്യമാണ്. നമ്മൾ സാധാരണ കുറച്ച് മരുന്നുകളുടെ ഈ ഫംഗസ് ഇൻഫെക്ഷനും അതേപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാറ്. അതിനകത്ത് ഈ മിൽറ്റിഫോസിൻ എന്ന് പറയുന്ന ഈ ലെയ്ഷ്മാനിയാസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഇപ്പോ ഇന്ത്യയിൽ ലഭ്യത ഇല്ലാത്തത്. ഞാൻ ഈ അടുത്ത കാലത്ത് അത് മുംബൈ കാഡില എന്ന് പറയുന്ന ഒരു ഫാർമ ഇന്ത്യയിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കോഴിക്കോട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവ ആ കമ്പനിയുടെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ആ ഒരു മരുന്ന് ഇന്ത്യയിൽ എവിടെയും ഇല്ല എന്നാണ് എനിക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ICMRന്റെ ഈ ക്ലിനിക്കൽ ഫാർമക്കോളജി വിഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആ മരുന്ന് ഈ ലെയ്ഷ്മാനിയ എന്ന ചികിത്സ നടത്തുന്നതിന് വേണ്ടി US-ലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചികിത്സ ഫലപ്രദമാക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന കേസിൽ ആ മിൽറ്റിഫോസിൻ എന്നുള്ള മരുന്നും കൂടെ മുമ്പ് ഉപയോഗിക്കുന്ന ഈ ആംഫോട്രസിൻ, ഫ്ലൂക്കറസോൾ, അസിത്രോമൈസിൻ ആ കോമ്പിനേഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ലേറ്റ് ആയിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ അത് മരണനിരക്ക് കുറയ്ക്കാൻ വലിയ രീതിയിൽ ഉപയോഗപ്പെട്ടോളണമെന്നില്ല. എന്നിരുന്നാലും താങ്കളുടെ പോയിന്റ് വളരെ വാലിഡ് ആണ്. നമുക്ക് മുമ്പ് കോഴിക്കോട് തന്നെ മുമ്പേ 3-4 പ്രാവശ്യം ഒരു 4-5 വർഷത്തിന്റെ ഇടയിൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. വീണ്ടും കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ വരാൻ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ മരുന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാക്കുക, എത്തരം രോഗലക്ഷണങ്ങളിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു ഇപ്പൊ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, മഴ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ജലത്തിലെ ഊഷ്മാവ് കൂടുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഈ രോഗാണു കൂടുതലായി കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കാണാം. ഇപ്പൊ ഈ അന്തരീക്ഷത്തിന്റെ താപനില കുറയുകയും ഈ വെള്ളക്കെട്ടുകളൊക്കെ ഒഴുക്ക് വരികയും ചെയ്യുന്ന സമയത്ത് ഈ സ്വാഭാവികമായി തന്നെ ഈ നീഗ്ലേരിയ ഫോമുലേറി എന്ന് പറയുന്ന ഈ അമീബ നശിക്കാനാണ്. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം കൂടി, ഈ ഇപ്പം ആ കുട്ടിക്കൊപ്പം രോഗം ബാധിച്ചോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നവർക്കെല്ലാം പരിശോധനാ ഫലം നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റാരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അങ്ങനെ നമുക്ക് വിലയിരുത്താം അല്ലേ? അതല്ലെങ്കിലും ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ല. ആ കെട്ടിനിന്ന വെള്ളത്തിൽ കുളിച്ച അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ കുളിച്ച ആൾക്കാരിലാണ് രോഗാവസ്ഥയ്ക്ക് സാധ്യതയുള്ളത്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗലക്ഷണം കാണിക്കാനുള്ള സമയം പൊതുവെ കുറവാണ്. 40 തന്നെ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടാം. ചിലപ്പോൾ അത് ഏകദേശം 7-8 ദിവസം വരെ വൈകിയേക്കാം. ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടും രോഗലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ ആ ഒരു ജലസ്രോതസ്സിൽ നിന്ന് വലിയ രീതിയിലേക്ക് രോഗം വ്യാപിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വ്യാപിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു ഈ ഡയഗ്നോസ് ചെയ്യാൻ വൈകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി. സ്വാഭാവികമായും ഇത്തരമൊരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ മറ്റ് സാധ്യതയുള്ള രോഗങ്ങളിലേക്കായിരിക്കുമല്ലോ ആരോഗ്യ വിദഗ്ധർ ചികിത്സ തേടുമ്പോഴുള്ള ഡോക്ടർമാർ വിലയിരുത്തുകയും അതിനുള്ള ചികിത്സ നൽകുകയും ചെയ്യുക. പിന്നെ അതിന് കുറവുണ്ടാവാതെ വരുമ്പോഴാണല്ലോ ഏറ്റവും ഒടുവിൽ ഇത്തരം പരിശോധനകളും ഈ അമീബിക് മെനഞ്ചൈറ്റിസ് പോലെയുള്ള രോഗമാണോ എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രോട്ടോക്കോളിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടതുണ്ടോ ഈ പുതിയ സാഹചര്യത്തെ നേരിടാൻ?
ഇല്ല, നമ്മുടെ നാട്ടിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഈ വെള്ളത്തിൽ മുങ്ങിയ ശേഷം മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി വരുന്ന കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും തീർച്ചയായിട്ടും ഈ നട്ടിൽ നിന്ന് സ്രവം പരിശോധിക്കുന്നതിന്റെ കൂടെ ഈ അമീബയുടെ പ്രസൻസ് ഉണ്ടോ എന്നുള്ളതും കൂടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ. മറ്റൊന്ന്, ഇത് ഏതൊക്കെ തരത്തിലുള്ള ജലാശയങ്ങളിലാണ് കാണാനുള്ള സാധ്യത. കാരണം മുമ്പൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കെട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതോ ആയിട്ടുള്ള ഈ വെള്ളക്കെട്ടുകളിലാണ് ഈ അമീബ കൂടുതലായി കാണാറുണ്ടായിരുന്നു. അല്ലാതെ ഈ ഒഴുക്കുള്ള പുഴയിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലോ ഒന്നും എന്തായാലും ഇത് കാണില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് മറ്റേതെങ്കിലും നമ്മുടെ നാട്ടിലെ സാധാരണ ഈ ഒഴുക്കില്ലാത്ത കുളത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പ്രാവശ്യം അണുബാധ വന്ന പോലെ എന്തെങ്കിലും വെള്ളം ഈ തടകെട്ടി നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളിലോ അത്തരം ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ വെള്ളത്തിൽ ഈ അമീബയുടെ പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ വ്യാപകമായ രീതിയിലുള്ള പഠനം നടത്തണം. അതേപോലെ തന്നെ ഈ രോഗത്തെ ചികിത്സിക്കുന്ന, പ്രത്യേകിച്ച് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളുമായി ആൾക്കാരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഇത് കൃത്യമായി രോഗലക്ഷണങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന്റെ കൂടെ ഇത്തരം കാര്യങ്ങളുണ്ടോ, വെള്ളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുങ്ങിയതായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും ഉണ്ടെങ്കിൽ ഉടനടി അതിനുള്ള ചികിത്സാ ക്രമങ്ങളും അതല്ലെങ്കിൽ ഈ രോഗനിർണയത്തിനുള്ള ടെസ്റ്റുകളും ഉടനടി നടത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ പ്രശ്നം സാധാരണ രീതിയിൽ എല്ലാവർക്കും രോഗലക്ഷണം തുടങ്ങുന്നത് പനി, തലവേദന, ഈ ദേഹാസ്വാസ്ഥ്യം തുടങ്ങിയ രീതിയിലാണ്. പിന്നീടാണ് അത് അപസ്മാരം, ഈ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ബോധക്ഷയം എന്നുള്ള ലെവലിലേക്ക് പോകുന്നത്, അതിന്റെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ അത് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ചെറുതായിട്ട് തലവേദന, ഈ പനിയൊക്കെ വരുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഈ വെള്ളത്തിൽ മുങ്ങിയതിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടെസ്റ്റ് നേരത്തെ നടത്തിക്കഴിഞ്ഞ് രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ നേരത്തെ ചികിത്സ തുടങ്ങാനും ഈ മരണനിരക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താനും സാധിക്കും. വളരെ നന്ദി ഡോക്ടർ, വിലയേറിയ അങ്ങയുടെ നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന്.